ഹായ് ആൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് പേപ്പർ 1 പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത GK പാർട്ടിൽ നിന്നും കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് പുറത്ത് വെക്കുക. എങ്ങനെ ചെയ്താലും കുറച്ച് നേരം കഴിയുമ്പം ആ ഗ്ലാസ്സിന് ചുറ്റും അല്ലെങ്കിൽ ആ ഗ്ലാസ്സിന് പുറത്ത്, ഗ്ലാസ് കൂടുതൽ തണുക്കും തോറും ഗ്ലാസ്സിന് പുറത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമുക്ക് കുഞ്ഞു 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 വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. കപ്പ് കൂടുതൽ തണുത്ത് വരുന്തോറും വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ അളവ് കൂടി വരികയും അത് താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. ഈ ഗ്ലാസ്സിന് ലീക്കില്ല, അല്ലെങ്കിൽ നമ്മളെടുത്ത് വെച്ച ബോട്ടിലിന് ലീക്കൊന്നുമില്ല. പിന്നെ ഈ വെള്ളം എവിടെ നിന്ന് വന്നാൽ ഇതൊരു പുറത്ത് എങ്ങനെ വെള്ളം വന്നു? നമുക്കറിയാം, നമ്മളുടെ ഗ്ലാസ് ഇപ്പോൾ ഇരിക്കുന്നത് പുറത്തിങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് ഇരിക്കുന്നതിന് ചുറ്റും എയർ ഉണ്ടല്ലേ. ഈ എയറിൻ്റെ അകത്ത് എന്തുണ്ട്? വാട്ടർ വേപ്പർ ഉണ്ട്. ഈ വാട്ടർ വേപ്പർ ഈ തണുത്ത കപ്പുമായിട്ട് തണുത്ത കപ്പിൻ്റെ പുറത്ത് ആ ഒരു കോണ്ടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഇത് എന്തായിട്ട് മാറുന്നു? ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. വാട്ടർ വേപ്പറായിട്ട് എയറിലുണ്ടായിരുന്ന ആ ഗ്യാസ് എന്തായിട്ട് മാറുന്നു? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ കപ്പ് കൂടുതൽ തണുക്കും തോറും, അതായത് കപ്പ് തണുക്കും തോറും വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ വലുപ്പം കൂടി വരികയും ഇത് താഴേക്ക് ഒലിച്ചിറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രക്രിയനെയാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. വാക്കോർത്ത് വെക്കണം, ഏതാണ് കണ്ടൻസേഷൻ. ഇവിടെ നമ്മളുടെ മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നതും ഇതേപോലെ തന്നെയാണ്. അതിനെ നമ്മൾ കണ്ടൻസേഷനാണ്. എന്താണ്? വാട്ടർ വേപ്പർ നമുക്കറിയാം, എർത്തിൽ വാട്ടർ വേപ്പർ ഉണ്ട്. അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് മുകളിലേക്ക് ഉയർന്നു വരികയും ഇത് ഫൈനായിട്ടുള്ള ഈ ഡ്രോപ്ലെറ്റ്സ് കണ്ടൻസ് ചെയ്യുന്നു. അതായത് കൂടുതൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ താഴേക്ക് പോകുന്തോറും, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്തോറും ഈ കണ്ടൻസേഷൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലാസ് കൂടുതൽ തണുക്കും തോറും കണ്ടൻസേഷൻ റേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ഭൂമിയിൽ നിന്നും വരുന്ന ഈ ഒരു വാട്ടർ വേപ്പർ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് രൂപം കൊള്ളുന്ന ആ രീതി, അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ കൂടുതൽ ഫാസ്റ്റ് ആവും. അപ്പം അവിടെയുള്ള പൊടിപടലങ്ങൾ, എയറോസോൾ എന്ന് പറയുന്ന പൊടിപടലങ്ങളും കൂടെ ചേർന്ന് എന്ത് രൂപം കൊള്ളുന്നു? കണ്ടൻസേഷൻ പ്രക്രിയയിലൂടെ ഇത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു, മേഘങ്ങൾ ഫോം ചെയ്യുന്നു. നമ്മൾ കണ്ടു, നമ്മളുടെ ഗ്ലാസ് കൂടുതൽ തണുക്കും തോറും, അതായത് ഐസിട്ട് വെച്ച ഗ്ലാസ് കൂടുതൽ തണുക്കും തോറും കൂടുതൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിലേക്ക് വരികയും അത് ഒലിച്ച് താഴേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മളുടെ മേഘങ്ങളുടെ കേസിലും ഇങ്ങനെയാണ്. അത് കൂടുതൽ കണ്ടൻസേഷൻ നടക്കും തോറും നമ്മളുടെ അതിൻ്റെ അകത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ അളവ് കൂടുകയും അങ്ങനെ നമ്മുടെ ആ ക്ലൗഡിൻ്റെ ഭാരം അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ട് അത് താഴേക്ക് പതിക്കാനും തുടങ്ങും. അപ്പോൾ നമ്മളുടെ ക്ലൗഡ്സിൽ നമ്മുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ വലിപ്പം കൂടുമ്പോൾ അതിന് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കാൻ പറ്റാതെ ഭൂമിയിലേക്ക് പതിക്കും. ഈ പ്രക്രിയനെയാണ് പെർസിപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ അതിനെ വർഷണം എന്ന് പറയും. പെർസിപ്റ്റേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ വർഷണം എന്ന് പറയും. അപ്പം ഈ പെർസിപ്റ്റേഷന് പല രീതിയിലുണ്ട്. പെർസിപ്റ്റേഷൻ നടക്കുന്നത് പല രീതിയിലാണ്. അത് നമുക്കൊന്ന് കാണാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പെർസിപ്റ്റേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു, കണ്ടൻസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് കൂടി മേഘങ്ങൾ ഇങ്ങനെ വലിയതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർസിപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിലാവാം. ഒന്നെങ്കിൽ അത് റെയിൻഫോൾ ആയിട്ട്, അതായത് നമ്മുടെ സാധാരണ മഴ അല്ലേ, റെയിൻഫോൾ ആയിട്ട് താഴേക്ക് വരാം. ജലകണികകളുടെ രൂപത്തിൽ താഴേക്ക് ഈ പറയുന്ന പെർസിപ്റ്റേഷൻ നടക്കാം. ദെൻ അടുത്തത് മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ സ്നോവാൾ സ്നോ ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്ലീറ്റ്, മഞ്ഞിൻ്റെ രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ സ്ലീറ്റ് അല്ലെങ്കിൽ സ്നോ എന്ന് നമുക്ക് വേണേൽ പറയാം. ദെൻ ഹെയിൽ സ്റ്റോൺ നമ്മുടെ ആലിപ്പഴം. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ആലിപ്പഴം മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തിനെയാണ് അല്ലെങ്കിൽ പെർസിപ്റ്റേഷനെയാണ് നമ്മൾ ആലിപ്പഴം എന്ന് വിളിക്കുന്നത്. അപ്പം ഈ പ്രധാനമായിട്ടും 3 എണ്ണമാണ്: റെയിൻഫോൾ, ദെൻ അതുപോലെ തന്നെ സ്നോഫാൾ, ഹെയിൽ സ്റ്റോൺ. ഇത് 3 എണ്ണമാണ് പ്രധാനമായിട്ടും പെർസിപ്റ്റേഷൻ്റെ 3 ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, പെർസിപ്പിറ്റേഷനിൽ നമ്മൾ കണ്ടു 3 ടൈപ്പാണ് മെയിനായിട്ടും: റെയിൻഫോൾ, സ്നോഫാൾ ആൻഡ് ഹെയിൽ സ്റ്റോൺ. ദെൻ ഇതിനകത്ത് ഫസ്റ്റ് വണ്ണാണല്ലോ റെയിൻഫോൾ എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് അറിയാമെന്നല്ലേ. അപ്പം ഈ ഒരു മഴയെ അളക്കാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് റെയിൻ ഗേജിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ഒരു 2 ഇമേജസ് കൊടുത്തിട്ടുണ്ട്, 2 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മഴ ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു അല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര ഇഞ്ച് മഴ പെയ്തു. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലും ഇഞ്ചിലുമാണ്. റെയിൻ ഗേജ് ആണിത്. റെയിൻ ഗേജ്
ഗേജ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ മഴയെ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ റെയിൻഫാൾ. ദെൻ ഇത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും ആയിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ചിലായിരിക്കും. ഓൾറെഡി നമ്മൾ കണ്ടൻസേഷൻ എന്താണെന്ന് കണ്ടു അല്ലേ? കണ്ടൻസേഷനിലൂടെ ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു നമ്മൾ കണ്ടു. അപ്പോൾ ക്ലൗഡ്സ് മാത്രമാണോ കണ്ടൻസേഷനിലൂടെ ഫോം ചെയ്യുന്നത്? അല്ല. നമ്മൾ ഫോഗ്, ഡ്യൂ ഇതൊക്കെ ശരിക്കും നമ്മളുടെ കണ്ടൻസേഷൻ്റെ തന്നെ ഭാഗമാണ്. നമ്മളുടെ താഴ്വരകളിലോ അല്ലെങ്കിൽ വാലീസിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെ ഒക്കെ മുകളിൽ പുക പോലെ നേർത്ത വാട്ടർ വേപ്പേഴ്സ് തങ്ങി നിൽക്കുക നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഗ് അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളിങ്ങനെ നല്ല തണുത്ത രാവിലെ തണുപ്പുള്ള നല്ല മോർണിംഗ് ടൈമിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയങ്ങളിൽ ഈ പുൽനാമ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഗ്രാസ് ബ്ലേഡ്സ് എന്ന് പറയും, ഗ്രാസ് ബ്ലേഡ്സിലൊക്കെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ കണ്ടൻസ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടൻസേഷൻ്റെ രണ്ട് രൂപങ്ങളാണ് എന്നോർത്ത് വെക്കുക. കണ്ടൻസേഷനിലൂടെ ക്ലൗഡ്സ് മാത്രമല്ല, ഈ പറയുന്ന ഫോഗും ഡ്യൂവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനിലായിരിക്കും. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത സെറ്റ് എക്സാം ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ കോച്ചിങ് ആവശ്യമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് സെക്ഷൻസിലൂടെയും നോട്ട്സിലൂടെയും ലൈവ് സെക്ഷൻസിലൂടെയും ദെൻ അസൈൻമെൻറ്റ്സും എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്ത് ദെൻ ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒക്കെ നമ്മൾ അവസാനം വരെ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ച് പോവുകയാണ്. അവസാനം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനും ഈസി ആയിട്ട് സെറ്റ് എക്സാം പാസ് ആവാനും നിങ്ങൾക്ക് പറ്റും. വലിയൊരു എഫേർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. അതാണ് ഹൈംസ് അക്കാഡമിയുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ വളരെയധികം ഫീസൊന്നും ചാർജ് ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നമ്മളുടെ ഹൈംസ് അക്കാഡമിയുടെ പേപ്പർ 1 ദെൻ അതുപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ജൂലൈ ആദ്യം തൊട്ട് നമ്മൾ നടത്തുന്ന ലൈവ് സെക്ഷനിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ സെറ്റ് എക്സാം പാസ്സാവുക, ഒറ്റ തവണ കൊണ്ട് പാസ്സാവുക. വീണ്ടും വീണ്ടും എഴുതാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്തെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.